പറഞ്ഞിരുന്നല്ലോ, അരിപ്രമിലെ ഒരപ്പാനി വെള്ളച്ചാട്ടം കണ്ടിട്ട് അങ്ങോട്ട് ഒട്ടും തൃപ്തിയായില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ പള്ളിക്കത്തോട്ടിലെ അരുവിക്കുഴി ഫോൾസിലേക്ക് പോയി. എൻ്റെ പൊന്നിയെ ഒന്ന് കാണേണ്ട ഒരു വാട്ടർഫോൾ തന്നെയാണ് ഈ അരുവിക്കുഴി വാട്ടർഫോൾ. അതോ ഇതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. എന്നിട്ടും ഇത്രയും മനോഹരമായ ഈ വെള്ളച്ചാട്ടത്തെപ്പറ്റി ആരും ഒന്ന് പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ എന്നോർത്തിട്ട് ചെറിയൊരു വിഷമം തോന്നി. അതെന്തുമാകട്ടെ, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാ വിഷമവും മാറി കേട്ടോ. അപ്പോൾ ഇന്ന് അരുവിക്കുഴി വെള്ളച്ചാട്ടത്തെപ്പറ്റി പറയാം. ഇവിടെ എത്താൻ പാമ്പാടി പള്ളിക്കത്തോട്ട് റൂട്ടിൽ അല്ലെങ്കിൽ അരീപ്പറമ്പ് പള്ളിക്കത്തോട്ട് റൂട്ടിൽ പോയാൽ കൂരോപ്പട എന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 3 കിലോമീറ്റർ പോയാൽ മതി. പാമ്പാടി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് അവിടെയാണ്. എൻ്റെ വീട്ടിൽ നിന്നും 7.5 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിന്. ഈ വെള്ളച്ചാട്ടത്തിന് 30 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴക്കാലത്താണ് ഈ വെള്ളച്ചാട്ടത്തിന് ഭംഗി. അതുകൊണ്ട് ഇവിടെ പോവുകയാണെങ്കിൽ മഴക്കാലത്ത് വേണം പോകാൻ. വേനൽക്കാലം ആകുമ്പോഴേന് വെള്ളമെല്ലാം പറ്റി വെറുതെ ഒരു ഇത്തിരി വെള്ളമേ കാണത്തുള്ളൂ. അപ്പോൾ അതിന് ഭംഗി കാണത്തില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ കണിശമായിട്ട് മഴക്കാലത്ത് തന്നെ വേണം പോകാൻ. അപ്പോൾ ഈ മഴക്കാലത്ത് ഞങ്ങൾ അവിടെ പോയ വിവരം ഒന്ന് കേട്ടോളൂ. ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും അവിടെ പോകാനായിട്ട് വെമ്പൽ കൂട്ടും, ഷുവർ. അങ്ങനെ ഞങ്ങൾ അരുവിക്കുഴിയിലെത്തി. മെയിൻ റോഡിൽ നിന്നും ജസ്റ്റ് റൈറ്റ് തിരിഞ്ഞാൽ ഉടൻ ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. ഈ വെള്ളച്ചാട്ടം കാണാൻ ഒരു ഫീസ് ഉണ്ട് കേട്ടോ. സീനിയർ സിറ്റിസൺസ് ആണെങ്കിൽ 13 രൂപ, അല്ലാത്തവർക്ക് 26 രൂപയാണ്. പിന്നെ പ്രൊഫഷണൽ വീഡിയോ എടുക്കണമെങ്കിൽ വേറെയും രൂപ കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ആൽക്കഹോളൊന്നും ഇവിടെ കൊണ്ടുവരാൻ പാടില്ലെന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഈ പാർക്കിൽ 9 AM to 6 PM വരെ മാത്രമേ പ്രവേശനമുള്ളൂ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റും വാങ്ങി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ച് നടന്നു നീങ്ങി. ടിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിവാരത്തിലേക്ക് പോകാനായിട്ട് സ്റ്റെപ്പുകൾ പണിതിട്ടുണ്ട്. അത് നല്ല വീതിയിലുള്ള സ്റ്റെപ്പുകളാണ്. ആ കൂട്ടത്തിൽ 2 സൈഡിലും ഫെൻസിങ്ങും ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ സേഫായിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ വരെ പോകാൻ സാധിക്കും. സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചാരിബെഞ്ചുകളുമുണ്ട്. നടന്ന് ക്ഷീണിച്ചാൽ കുറച്ച് ഇരുന്ന് വിശ്രമിച്ചിട്ട് പോകാം. കാരണം ഒരുപാട് സ്റ്റെപ്പുണ്ട് കേട്ടോ. കാരണം ഒരുപാട് താഴ്ചയിലാണ് ഈ വെള്ളം വന്ന് പതിക്കുന്നത്. അവിടെ താഴെ വരെ നമുക്ക് പോകാം. അതോ ഈ സ്റ്റെപ്പെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഭംഗിയിലാണ്, നല്ല വീതിയിൽ, നല്ല ഭംഗിയിലാണ്. അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങുമ്പോൾ തന്നെ എന്നാ നല്ലൊരു വൈബാണെന്നറിയാമോ. കൂട്ടത്തിൽ വെള്ളച്ചാട്ടത്തെ നോക്കിക്കൊണ്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങാനും നല്ല രസമാണ്. അതുപോലെ ഇവിടെ നിന്നുകൊണ്ട് ഈ മരച്ചില്ലകളുടെ ഇടയിലൂടെ വെള്ളച്ചാട്ടം കാണാനും എന്നാ രസമാണെന്ന് നോക്കിക്കേ. ഓ, പച്ചിലകൾക്കിടയിൽ കൂടി പാല് പോലെ ഒഴുകുന്ന ആ വെള്ളം, വാവ്, സോ ബ്യൂട്ടിഫുൾ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഓപ്പോസിറ്റ് റബ്ബർ തോട്ടമാണ്. ഏതാണെങ്കിലും വെയിലത്ത് പോലെ ഇതുവഴി ഇറങ്ങിയാൽ നല്ല തണൽ കാണാം കേട്ടോ. ഈ സ്റ്റെപ്പുകളുടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഹട്ട്സ് ഉണ്ട്. മഴ വന്നാൽ നമ്മൾക്ക് അവിടെ കയറി ഇരുന്നു കൊണ്ട് ഈ ആർത്തലച്ച് വീഴുന്ന വെള്ളച്ചാട്ടം കണ്ട് മറന്ന് അങ്ങനെ അങ്ങ് ഇരിക്കാം. ശരിക്കും ഇവിടെ ചാരിബെഞ്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാരിബെഞ്ചിൽ ഇരുന്നുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ ചാടുന്നത് കാണാൻ എന്നെ രസമാണെന്നറിയാമോ. ഒരു ഭംഗിയാന്ന് ശരിക്കും ഇവിടെ വന്ന് അങ്ങ് മലമുകളിൽ നിന്ന് വരുവാണ്. ഇതിൻ്റെ ശബ്ദം കേട്ടോ, ഇടിമുഴക്കം പോലെയില്ലേ. നല്ല വീതി വിസ്താരത്തിലാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിങ്ങനെ അങ്ങ് പോവുക. അങ്ങനെ ഈ വെള്ളച്ചാട്ടത്തിലോട്ട് ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മറന്ന് നമ്മൾക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ സ്റ്റെപ്പ് വഴി അങ്ങനെ വരുമ്പോൾ ഈ ആറിനെ കുറുകെ കടക്കാനായിട്ട് ഒരു ബ്രിഡ്ജും ഉണ്ട്. അതുവഴിയെ പോയാൽ നമ്മൾക്ക് ഈസി ആയിട്ട് വെള്ളത്തിലിറങ്ങാനും സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഈ പാലത്തെ കൂടെ കയറി ഇപ്പുറത്തെ സൈഡിൽ വന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വാരത്തിൽ വന്ന് നിൽപ്പുണ്ട്. ഇവിടെ ഒന്ന് നോക്കിയെന്നാൽ അരുവിക്കുഴി ഫോളിൻ്റെ മുഴുവൻ സൗന്ദര്യവും ഒപ്പിയെടുക്കാവുന്നതാണ്. അതുപോലെ ഇവിടെ മുഴുവനും വലിയ ഉരുളൻ കല്ലുകളും പാറകളുമാണ്. എനിക്ക് തോന്നുന്നത് ഈ വെള്ളമെല്ലാം വന്ന് ഒലിച്ച് മണ്ണെല്ലാം ഒലിച്ചു പോയിട്ട് പാറകൾ ഇങ്ങനെ തെളിഞ്ഞ് കാണാം.
ഞാൻ അങ്ങനെ ഈ വലിയ പാറയുടെ മുകളിൽ കയറി നിന്നപ്പോൾ എവറസ്റ്റ് കീഴടക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എന്നാ രസമായിരുന്നെന്നറിയാമോ? എൻ്റെ സിസ്റ്ററും അതുപോലെ തന്നെ ആ പാറയുടെ മുകളിൽ കയറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ അങ്ങനെ ഇരിക്കാൻ അങ്ങ് തോന്നിപ്പോയെന്നുള്ളതാണ്. അവിടെ നിന്ന് ഇറങ്ങി പോരാനേ തോന്നിയില്ല. ഇവിടെ ശരിക്കും ഉണ്ടല്ലോ ഈ വൃക്ഷങ്ങളും വെള്ളച്ചാട്ടവും എല്ലാം ആയിട്ട് ഇഷ്ടം പോലെ ഫോട്ടോഷൂട്ടിന് സ്പോട്ട്സ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഏത് പോസിലും ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ ഈ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനൊക്കെ സാധിക്കുന്നതാണ്. കാരണം അത്ര വലിയ ഈ താഴോട്ട് വരുമ്പോഴേനും അത്ര വലിയ ആഴമൊന്നുമില്ല, വലിയ ഒഴുക്കും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ സൂക്ഷിച്ചൊക്കെ ഇറങ്ങിന്നാൽ ആർക്കെങ്കിലും കുളിക്കണമെങ്കിൽ ഇവിടെ ഇറങ്ങി കുളിക്കാനും സാധിക്കും. ഞങ്ങൾ ഈ വെള്ളത്തിലൊന്ന് ഇറങ്ങിയിട്ട് കാലൊക്കെ ഒന്ന് നനച്ചപ്പോൾ എന്നാ സുഖമായിരുന്നു എന്നറിയാമോ? ആ നല്ല ക്ലീനായിട്ടുള്ള വെള്ളം. മഴ സീസൺ ആയതിനാലേ പാറകളൊക്കെ ഇത്തിരി സ്ലിപ്പറി ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പാറയിൽ കയറുമ്പോഴും വെള്ളത്തിൽ ഇറങ്ങുമ്പോഴും ഒക്കെ തെന്നാതെ സൂക്ഷിക്കണം കേട്ടോ. ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ വലിയ താഴ്ചയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ കുറേ നേരം അതിലെ എല്ലാം നടന്നു, കുറേ പാറയിലൊക്കെ കയറി ഇരുന്നു, അങ്ങനെയെല്ലാം ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ചു നടന്നു. ഞങ്ങൾ തിരിച്ചു എന്നിട്ട് സ്റ്റെപ്പൊക്കെ കയറുമ്പോഴുണ്ടല്ലോ വീണ്ടും ആ വാട്ടർഫോളിൻ്റെ ഭംഗി കണ്ടങ്ങ് ആസ്വദിച്ച് നിന്ന് പോയെന്നുള്ളതാണ്. എന്നാ രസമായിരുന്നറിയാമോ? ശരിക്കും പാലൊഴുക്കി വിടുന്നത് പോലെയാണ് തോന്നിയത്. അതുപോലെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ ഒരു വലിയ ഫാമിലി എന്ന് പറഞ്ഞാൽ കുറേ അംഗങ്ങളുള്ള ഒരു ഫാമിലി കയ്യിൽ ഭക്ഷണ സാധനങ്ങളൊക്കെയായി സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത് കണ്ടു. ശരിക്കും ഒരു ദിവസത്തെ പിക്നിക്കിന് പറ്റിയ ഒരു സ്ഥലമാണ് ഈ അരുവിക്കുഴി വാട്ടർഫോൾ. വൈകിയാണെങ്കിലും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഇതുപോലെയുള്ള ഒരു ഇടമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷമാണേ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴുണ്ടല്ലോ മനസ്സ് നിറയെ മധുരിക്കുന്ന ഓർമ്മകൾ മാത്രം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്നാ പ്രകൃതി ഭംഗിയാണ്. നമ്മുടെ കേരളത്തിന് ഇത്രയും ഭംഗിയുണ്ടല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. അത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും എന്തോ ഒരു പ്രകൃതി ഭംഗിയാണ് ഓർക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് സ്നാക്ക് ബാറും സോഫ്റ്റ് ഡ്രിങ്ക്സോ എന്തെങ്കിലും കുടിക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വിശപ്പും ദാഹവും ഒന്നും അറിയത്തില്ല കേട്ടോ. ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. അടുത്ത വീഡിയോയിൽ വനത്തിൽ കൂടി അതിസാഹസികമായ ഒരു യാത്രയെക്കുറിച്ചും അധികം ആരും പോകാത്തതുമായ ഒരു വെള്ളച്ചാട്ടത്തെ പറ്റിയുള്ള വിവരവുമായിട്ടാണ് വരുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ.